കേരളത്തിലെങ്ങും പോയിട്ട് കാണാത്ത മൂടൽ മഞ്ഞ് ഇതേ സൗത്തിൽ കേട്ടോ. ഇതിപ്പോൾ ഹൈദരാബാദാണ് നമ്മളുള്ളത്. രാവിലെ 7 മണിയായപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുക കേട്ടോ, ട്രിവാൻഡ്രത്തേക്ക് വരികയാണ്. 7 മണിക്ക് എഴുന്നേറ്റ് പേട്ടൻ പറഞ്ഞു പുറത്ത് ഭയങ്കര മഞ്ഞെന്ന്. ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങി വന്നപ്പോഴേക്കുണ്ടല്ലോ, മഞ്ഞെന്ന് പറഞ്ഞാൽ റോഡ് കണ്ടുകൂടാ, കാറ് കണ്ടുകൂടാ, മനുഷ്യരെ കണ്ടുകൂടാ, വണ്ടികൾ കണ്ടുകൂടാ, റോഡൊന്നും കാണാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് വലിയ മൂടൽ മഞ്ഞ്. പക്ഷേ വീട്ടിൽ കുറച്ചുകൂടെ വിസിബിളാണ്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും യാത്ര ചെയ്തതിൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞാൻ മൂടൽമഞ്ഞ് കാണുന്നത്. ഈ ഡൽഹിയിലൊക്കെ മൂടൽമഞ്ഞ് കാരണം അപകടമൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നത് എന്ത് സത്യമെന്ന് പിന്നീട് മനസ്സിലായിട്ടോ. ഒന്നും കാണാൻ വയ്യ, അത്രയ്ക്ക് ഡേഞ്ചറായിട്ടുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ വെയിൽ വന്നു, വീണ്ടും 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരമൊക്കെ വന്നപ്പോൾ ഒരു 19 കിലോമീറ്ററൊക്കെ വന്നപ്പോഴേക്കും നല്ല വെയിൽ വന്നു. അതിന് സ്ഥലം മാറിയതുകൊണ്ടാണോ വെയിൽ വന്നതാണോ എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. പക്ഷേ അതിന് 2 ദിവസം മുന്നേ ഉള്ള ഉത്തരാഖണ്ഡിലും ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും ഒരിടത്തും മഞ്ഞുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെയിലും വെയിലിന് നല്ല ചൂടുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ഹൈദരാബാദിൽ നിന്ന് ഇത്രയും മഞ്ഞെന്ന് ചോദിച്ചാൽ അറിയില്ല. മിക്കവാറും അവിടെ ഇങ്ങനെ ആയിരിക്കാം കേട്ടോ, നമുക്കറിയില്ലല്ലോ. നമ്മൾ വല്ലപ്പോഴും പോകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നു, അത്ര തന്നെ. പക്ഷെ സത്യം പറയാമല്ലോ, നല്ല രസമുണ്ടായിരുന്നേ. മഞ്ഞാണെങ്കിലും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നല്ല രസമുണ്ടായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ എപ്പോഴും വെയിലും ചൂടും ഒക്കെ ഇല്ലേ. എന്നിരുന്നാലും ട്രിവാൻഡ്രത്തെ കാലാവസ്ഥ കേട്ടോ ഏറ്റവും നല്ലത്. തണുപ്പെങ്കിൽ ഭീകര തണുപ്പ്, ചൂടെങ്കിൽ ഭീകര ചൂട്. നോർത്തിലേക്ക് കാര്യം പറഞ്ഞതാട്ടോ. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രത്തെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടും തണുപ്പൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ട്രിവാൻഡ്രം നല്ലതാണ്. ഇത് ഏട്ടൻ്റെ കലാവിരുതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏട്ടൻ സത്യം പറഞ്ഞാൽ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് എടുക്കും. അപ്പം ഞാൻ ഏട്ടനോട് പറയും, ഏട്ടാ എനിക്ക് നമ്മുടെ യൂട്യൂബിൽ ഇടാൻ പറ്റിയ സാധാ വീഡിയോ മതി, ഏട്ടൻ കൂടുതൽ പ്രൊഫഷണൽസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ കുറേയൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത് കേട്ടോ. ഇതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ബിഗിനിങ്ങും ഏട്ടൻ വേറെ എവിടെന്നെങ്കിലുമൊക്കെ പാൻ ചെയ്തൊക്കെ ആയിരിക്കും വരുന്നത്. അതെല്ലാം കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെയാണ് ഞാൻ ഇടുന്നത്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ചെയ്യും. അപ്പോൾ ഏട്ടൻ പറയും, ഞാൻ ചെയ്യുന്ന ജോലി പ്രൊഫഷണലായിട്ട് ചെയ്യത്തുള്ളൂ, അതിന് ആരെന്ത് പറഞ്ഞാലും അങ്ങനെ ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏട്ടനും കൂടി എപ്പോഴും വഴക്കാണേ. പക്ഷേ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും, നല്ല വിഷ്വൽസൊക്കെ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആണോ ശരിയാണല്ലേ എന്നൊക്കെ തോന്നും. പിന്നെ ഭയങ്കര മൂവ്മെൻറ്റ് ഭയങ്കര സ്പീഡായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയും. അതും ഈ നമ്മൾ ഫിലിം സീരിയൽ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ മൂവ്മെൻറ്റ്സൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ആ ഒരു ഇത് ഏട്ടൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇതിൽ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഏട്ടനെ കാണിച്ചു കൊടുക്കും, കണ്ട ഏട്ടൻ ഇങ്ങനെ ഫാസ്റ്റ് ആകുമ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് സ്ലോയിൽ പോണേ എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ വേറെ, പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യുന്ന ക്യാമറ വേറെ, അതിൻ്റെയൊക്കെ ഒരു ഇതുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ സാധാ ക്യാമറ വെച്ച് ചെയ്യുന്നതും പ്രൊഫഷണലായിട്ടുള്ള ക്യാമറ വെച്ച് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. എന്തായാലും നമ്മൾ തിരിച്ച് നാടെത്തിയിട്ടുണ്ടേ.